എന്റെ പോലെ ഒരു റൂം ടൂർ വീഡിയോ ആണ്. റിലവൻറ്റ് കോണ്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചിലപ്പോൾ അല്ലായിരിക്കും. ബട്ട് എന്താണത് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ റൂമായിരിക്കില്ലേ. അപ്പൊ നമ്മുടെ മൂന്നുപേരുടെ കേസിലാണെങ്കിലും ചെറുതാവുമ്പോൾ നമ്മള് തൊട്ടപ്പുറത്ത് റൂമുണ്ട്, അവിടെയും ഹാളിലൊക്കെ ആയിട്ടാണ് കൂടുതലും ഒരുമിച്ച് കിടക്കുന്നത്. ബട്ട് ഒരു അവർ ഓൺ സ്പേസ് എന്ന് പറഞ്ഞ ഈ ഒരു റൂം മാറുന്നത് നമ്മുടെ കൊറോണ ടൈം പീരീഡിലാണ്. അപ്പൊ ആ ടൈം മുതൽ നമ്മുടെ ഒരുമിച്ചുള്ള ഡിസ്കഷൻസ്, പിന്നെ അടിപൊളി അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നത് മെയിനായിട്ട് ഇതിനുള്ളിലാണ്. അപ്പോ ഇനി ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം എൻ്റെ വെഡിങ്ങിന്റെ ഭാഗമായിട്ട് ഇതിന്റെ കുറച്ച് ആംബിയൻസ് ഒക്കെ മാറുമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്കായിട്ടുള്ള കുറച്ച് കുറച്ച് മൊമെന്റ്സ് അല്ലെങ്കിൽ മെമ്മറീസ് ഒക്കെ ഇതിലുണ്ടാവുമല്ലോ നമ്മുടേതായിട്ടുള്ള. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു ടൂർ. സോ അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല, എന്താണോ ഇവിടെ ഉള്ളത് അത് മാത്രം. അത് നമുക്ക് പിന്നെ കാണുമ്പോൾ എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. സോ അതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോ കാണുന്ന അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നുമല്ല എപ്പോഴും. മോള് ഉണ്ണി കൂടെ ഉണ്ടെങ്കിൽ അതിന് പറയണ്ട, എന്തായാലും ഇത് ഭയങ്കര മെസ്സി ആയിരിക്കും. പിന്നെ നമ്മുടെ മൂഡ് അനുസരിച്ചിട്ട് മാറും. മൂഡും ഇല്ലെങ്കിൽ തോന്നിയ പോലെയുള്ള സാധനങ്ങൾ വിടും. ഫ്രഷപ്പ് ചെയ്യണം അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്നുള്ളത് റൂം ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അവരുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കില്ല, നമ്മൾ രണ്ടുപേരും ചിലപ്പോൾ മുകളിൽ കിടക്കും, അല്ലെങ്കിൽ ഒരാൾ താഴെ കിടക്കും. അപ്പൊ ആ സാധനം കൂടെ ഞാൻ കാണിക്കാം. നമ്മുടെ വീട്ടിൽ മെയിനായിട്ടും 3 റൂമാണ് താഴെയുള്ളത്. അതിൽ ഒന്നാണിത്. ഇത് കണ്ടോ, നമ്മൾ ചെറിയ കുട്ടി വന്ന സമയത്ത് എപ്പോഴും ഓട്ടിച്ച് വെച്ചാണ്. ഏത് ടൈമിലാണെന്നൊന്നും ഓർമ്മയില്ല, എന്തായാലും ചെറുതാണ്. ഇവിടെ ഈ പിങ്കിൻ്റെ പിങ്കിൻ്റെ വലുതായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഞാൻ, ഇത് മോളു, ഇത് ഉണ്ണി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഒരു പരിപാടികളൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ നേരെ റൂം തുറക്കാം. ഫസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണുള്ളത്. ഇതില് ഇവിടെ ആയിട്ട് ഇതൊരു കീ ഹോൾഡർ ആണ്. പക്ഷെ നമ്മൾ ബാഗൊക്കെയാണ് ഇപ്പോൾ ഹാങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു ഫോട്ടോ. ഇത് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് പോയപ്പോൾ മഹേഷ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് വേറെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. ഇത് മോള് എവിടെയോ ട്രിപ്പൊക്കെ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ്. യെസ്. ഇനി പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ളിൽ ബാക്കി എല്ലാ ഏരിയാസിലും പിങ്കാണ് പെയിന്റ്. പക്ഷെ ഈ റൂമിൽ മാത്രം വൈറ്റ് അല്ലേ. അത് നമ്മൾ കൊറോണ സമയത്ത് പോപ്പേറ്റിനെ വെറുപ്പിച്ച് ഭയങ്കര എസ്തറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് ചെയ്തതാണ്. ഇത് എന്നിട്ട് മോള് വരച്ചതാണ് ഈ സംഭവം. വരച്ചാൻ എഴുതിയതാണ്. അന്ന് അതൊരു ഹോബിയായിരുന്നു. മുകളിലും ഇതേപോലെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. യെസ്. ഇനി ഇതാണ് നമ്മുടെ കുറച്ച് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഇത് എപ്പോഴോ അച്ഛൻ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഇത് മോളൂൻ്റെയാണ്. ഇതവളുടെ ഫ്രണ്ട് വാങ്ങിച്ചു കൊടുത്ത സാധനമാണ്. ഇതൊക്കെ നമ്മുടെ ഇവിടെ തന്നെയുള്ള ടോയ്സ് ആണ്. ഇതെന്താണെന്നറിയോ, ഇത് നമ്മൾ ഈ ബാഗിൻ്റെ മുകളിൽ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു സാധനമാണിത്. കുറേ മുന്നത്തെയാണ്, ചെറുതാകുന്ന സമയത്തെയാണ്. അപ്പോൾ ആ ബാഗിൻ്റെ മുകളിൽ നിന്ന് അതിനെ പറിച്ചെടുത്തതാണ്. പക്ഷേ സ്റ്റിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഒരു 10 വർഷത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. അങ്ങനെ ഈ ഒരു സ്പേസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഒരു ഷെൽഫാണ്. കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു ഷെൽഫാണ്. ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത്, അതായത് ഒരു 23 years ഒക്കെ ഇതിന് എന്തായാലും ഏജ് ഉണ്ടാവും. ആ സമയത്ത് വല്യച്ഛൻ തന്നിട്ടുള്ള ഷെൽഫാണ്. എൻ്റെ വീടിന് ആക്ച്വലി എൻ്റെ തന്നെ പ്രായം ഉണ്ടാവും. ഞാൻ ജനിച്ച മുതൽക്കാണ് ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഒരു 27 വർഷമൊക്കെ ഉണ്ടെന്ന് പറയാം. പിന്നെ ഞാനതാ റെഡി ആയിട്ടാണുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സ്കേർട്ട് പുതിയതാണ്. ഇത് ആക്ച്വലി മഹേഷ് വന്ന സമയത്ത് ഞാൻ ഈ ഒരു സ്കേർട്ടിന് വേണ്ടി നമ്മൾ കുറേ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ മാക്സിൽ പോയപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എത്ര നോക്കിക്കഴിഞ്ഞാലും ചില സാധനങ്ങൾ കിട്ടാറില്ലല്ലോ, കാരണം തോന്നാറില്ലേ. എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ നമ്മൾ വാങ്ങി വെക്കുക, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തൊക്കെ ഇട്ടതാണ്. ഹിയർ ഈസ് അവർ വിൻഡോ. ഒരു ജനലാണ് ഈ റൂമിലുള്ളത്. അവിടെ ഇതാ നമ്മുടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, കാക്ടസ്. ഇത് ആക്ച്വലി ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിയതാണ്. അന്ന് തന്നെ ഇത് മോളും ഉണ്ണിയും കൂടെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്.
ലിക്വിഡ് ഫണ്ട്. ഇതിൽ വേറൊരാളായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ 2 വർഷം മുന്നേ ഞാൻ പേരാമ്പ്രയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു, അത് ചത്തുപോയി. അപ്പോൾ അതുകൊണ്ട് പുതിയത് വാങ്ങിയതാണ് ഇത്. ദെൻ ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിളുള്ള ഏരിയ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, അപ്പോൾ നമ്മുടെ ഐപാഡ് ഉണ്ട്, അതുപോലെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കുണ്ട്. ഇത് ഓൾറെഡി ഞാൻ നിർമ്മാതൃ വർഷം വായിച്ചതാണ്. പിന്നെ കുറച്ച് നൊസ്റ്റാൾജിക് ഫീലിന് വേണ്ടി ഒരു പണ്ടത്തെ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ തറവാട്. നമ്മുടെ സിസി പ്ലാന്റ് ഉണ്ട്. പിന്നെ തറവാട്ടിൽ നിന്ന് അച്ചച്ചൻ്റെ അടിച്ചു മാറ്റിയിട്ടുള്ള ഗ്ലോബ് ഉണ്ട്. റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ബുക്സ്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ഡ്രീം ക്യാച്ചർ ആണുള്ളത്. ഞാനുമായിട്ടും ഫ്രണ്ട്സായിട്ടിരിക്കുന്ന സമയത്ത് ഒരു 2-3 years ബാക്ക് എനിക്ക് അവൻ ഗോവയിൽ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതൊക്കെ മോളും ഇതുപോലെ തന്നെ കൊറോണ ടൈമിൽ ചെയ്ത് വെച്ചതാണ്. യെസ്, പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഈ ഏരിയയിലുണ്ട്. ഇനി ഇത് കമ്മലൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ആമസോണിൽ എന്താണ് ഞാൻ വാങ്ങിയത് കാണിച്ചിടാം കണ്ടോ. അപ്പം എല്ലാം കൂടെ ഇങ്ങനെ മിക്സായിട്ട് ഡാമേജ് ആയി, മീൻസ് ഡിമ്മായി പോകത്തില്ല, അങ്ങനത്തെ പരിപാടി ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ലൊരു സാധനമാണ്. പിന്നെ ഉള്ളത് ഇത് തഞ്ചാവൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡാൻസിങ് ഡോളാണ്. പണ്ട് അച്ചുവിൻ്റെ അമ്മ സിനിമ കാണുമ്പോൾ അതിൽ ആ പാട്ടിലുണ്ടല്ലോ, അപ്പോഴേ ഉള്ളൊരു ആഗ്രഹമാണ് ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനം വാങ്ങിക്കണം എന്നുള്ളത്. യെസ്, അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും അങ്ങനെ തഞ്ചാവൂരിൽ നിന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഇവിടെ അച്ഛൻ്റെ പണ്ടത്തേതോ ക്യാമറയാണ്, അത് ഈസ്തെറ്റിക്സിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ്. വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത് അന്വേഷിക്കാറില്ല. പിന്നെ പിള്ളേർ 10th പിള്ളേർ വന്നിട്ടുള്ള പണ്ടത്തെ സംഭവമുണ്ട്. എന്നിട്ട് മോളൂന് ആരോ ഗിഫ്റ്റ് കൊടുത്തതാണ്. ദെൻ ഇതൊരു ലൈറ്റാണ്, കാണിച്ചു തരാം. യെസ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് എനിക്ക് ഏതൊരു ബർത്ത്ഡേക്ക് അവിടെ എവിടെ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. രസമുണ്ടല്ലേ നൈറ്റിൻ്റെ. യെസ്, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പണ്ടത്തെ ഫോട്ടോസൊക്കെയാണ് ഇത്. നമ്മൾ പണ്ട് കാടിയാല ഹിൽസിൽ പോയപ്പോൾ പറിച്ചുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഈ പുല്ലൊക്കെ കുറേ മുന്നേ ഇപ്പോഴോ. ഇതാ ഞാനും മോളും. ഇത് ഉണ്ണിക്കാരോ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഉണ്ണി മോളും കൂട്ടിയിട്ട് പണ്ട് നമ്മളിങ്ങനെ അച്ഛനയച്ചു കൊടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു സ്റ്റുഡിയോയിൽ പോയിട്ട്. അങ്ങനത്തെ ഒന്നാണിത്. പിന്നെ മോളൂനെ ഏതൊരു ഫ്രണ്ട് വരച്ചു കൊടുത്തതാണ്. ഇത് കോപ്പിട്ടൻ ആർക്കോ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഈ ഒരു സാധനം. അത് ഇങ്ങനെ കറങ്ങും തിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ. യെസ്, പിന്നെ നമ്മുടെ ഒരു ക്യൂട്ട് മിറർ ഉണ്ട്. ഇത് എവിടെയോ കണ്ടപ്പോൾ ഊക്കി വൈബ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് പിന്നെ നമ്മൾ ഹാളിൽ ഇടുന്ന ചെയറാണ്. മോള് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. സോ ദാറ്റ്സ് ഓൾ. ഇവിടെ അവസാനിച്ചു. ഇത്രയാണ് നമ്മുടെ ടൂർ.